നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ മരങ്ങളിൽ ഇല കൊഴിഞ്ഞു. സ്വാഭാവിക ഇല പൊഴിച്ചിലിൻ്റെ ഭാഗമായി റബ്ബർ തോട്ടങ്ങളിലെ ഇല കൊഴിഞ്ഞു തുടങ്ങിയതോടെ ഉൽപ്പാദനം പാതിയായി കുറഞ്ഞു. കൂലിച്ചെലവിന് പോലും റബ്ബർ പാൽ ഉൽപ്പാദനം തികയാതെ വന്നതോടെ ബഹുഭൂരിപക്ഷം കർഷകരും റബ്ബർ ടാപ്പിംഗ് നിർത്തിവെച്ച് തുടങ്ങി. ഇല പൊഴിഞ്ഞതോടെ റബ്ബർ മരങ്ങളിൽ 2 ആഴ്ചകൾക്ക് ശേഷം പുതിയ തളിരുകൾ വന്നു തുടങ്ങിയെങ്കിലും ഒപ്പം പൂവിട്ടതും ഉൽപ്പാദനക്കുറവിന് കാരണമായിട്ടുണ്ട്. സാധാരണ ഇല കൊഴിയുമ്പോൾ അല്പ ദിവസം പാൽ ഉൽപ്പാദനം കുറയുമെങ്കിലും തളിര് മൂക്കുന്നതോടെ ഉൽപ്പാദനം കൂടുകയാണ് പതിവ്. ഇടമഴ ലഭിക്കാത്തതും അന്തരീക്ഷ ചൂട് വർദ്ധിച്ചതുമാണ് റബ്ബർ പാൽ ഉൽപ്പാദനം കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിലെ അമിത മഴയിൽ വർഷകാലത്ത് അകാലിക ഇലപൊഴിച്ചിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ബഹുഭൂരിപക്ഷം തോട്ടങ്ങളിലും ഉൽപ്പാദനം 40% കുറഞ്ഞിരുന്നു. 10 മരങ്ങൾക്ക് 600 ഗ്രാം ഷീറ്റ് എന്നതാണ് സാധാരണ ഉൽപ്പാദന രീതി. ഈ വർഷം ഇത് 15 മരങ്ങൾക്ക് 1 ഷീറ്റ് എന്ന നിലയിലേക്ക് ചുരുങ്ങി. കൂലി, വളം, വില വർധനയ്ക്ക് പുറമെ ഉൽപ്പാദനവും കുറഞ്ഞതോടെ ബഹുഭൂരിപക്ഷം കർഷകരും കൂലിക്ക് ടാപ്പിംഗ് നടത്തുന്നതിന് പകരം പപ്പാതിക്ക് കൊടുക്കുന്ന രീതിയാണ് ഈ വർഷം നടന്നത്. അതായത് പകുതി കർഷകർക്കും പകുതി ടാപ്പിംഗുകാർക്കും. വർഷകാലത്ത് മുമ്പ് ഫംഗസ് മൂലമുണ്ടാകുന്ന അകാലിക ഇല കൊഴിച്ചിലിന് തുരിശ് കലർന്ന ഓയിൽ സ്പ്രേ നടത്താൻ കഴിയാത്ത തോട്ടങ്ങളിലാണ് ഉൽപ്പാദനം നേർപകുതിയായി കുറഞ്ഞത്. സർക്കാർ താങ്ങുവില ഡിസംബറിൽ 200 രൂപയെ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ റബ്ബറിന് 200 രൂപയായ സ്ഥിതിക്ക് ഇനി സബ്സിഡി കിട്ടാൻ സാധ്യതയില്ല. 4ാം ഗ്രേഡ് റബ്ബർ ഷീറ്റ് വില ബഹുഭൂരിപക്ഷം കർഷകർക്കും നല്ല രീതിയിൽ പുകച്ച് 4ാം ഗ്രേഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ ലോട്ട് ഇനത്തിൽപ്പെട്ട തരംതിരിക്കാത്തതും പുകയിടാത്തതുമായ ഷീറ്റാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നൽകുന്നത്. പുകപ്പുരയില്ലാത്ത ചെറുകിട കർഷകർക്കും ഇത്തരം ഷീറ്റിന് മാർക്കറ്റ് വിലയേക്കാൾ 10 രൂപയോളം കുറഞ്ഞ വിലയാണ് ലഭിക്കുക. ഉന്നത നിലവാരമുള്ള RSS 4ാം ഗ്രേഡ് ഷീറ്റിന് വ്യാപാരികൾ റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുന്ന പത്രവിലയിൽ നിന്നും 5 രൂപയോളം കുറച്ചാണ് കർഷകർക്ക് നൽകാറുള്ളത്. വിലക്കുറവും ഉൽപ്പാദനക്കുറവും ഉണ്ടായതോടെ ഈ വർഷം 2 മാസം മുമ്പ് റബ്ബർ ടാപ്പിംഗ് നിർത്തിവെക്കുകയായിരുന്നു. ഇത് റബ്ബർ വിപണിയിലും ഉൽപ്പാദനക്ഷാമം ഉണ്ടാക്കാൻ ഇടയാക്കും എന്ന് വ്യാപാരികൾ പറയുന്നു. റബ്ബർ അധിഷ്ഠിത വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ റബ്ബർ ഷീറ്റ് ലഭ്യമായില്ലെങ്കിൽ ഇറക്കുമതി കൂടാനും അതുമൂലം റബ്ബർ വില ഉയരാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് റബ്ബർ മേഖല. ഇപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയാണ്. റബ്ബർ വില കൂടി. ഇപ്പോൾ എല്ലാവരും ടാപ്പിംഗ് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ടാപ്പിംഗ് നിർത്തണോ? ഇപ്പം വില ആയിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പാദനം കുറവുമാണ്. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പല കർഷകരും. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.